എല്ലാവർക്കും എൻ്റെ പുതിയൊരു ലൈവിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഒരു ജനറൽ ടാറോ കാർഡ് റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെല്ലുവിളികളെ ശാന്തതയോടെ നേരിടണം എന്നാണ് പറയുന്നത്. ദേഷ്യമൊക്കെ നിയന്ത്രിക്കുക, തീർച്ചയായിട്ടും നമ്മുടെ കോപമൊക്കെ നിയന്ത്രിക്കേണ്ട ഒരു മാസമാണ്. അതുപോലെ തന്നെ നമ്മൾ ശാന്തത കൊടുക്കേണ്ട ഒരു മാസമാണ്. ശാന്തത കൈവരിക്കാൻ ശ്രമിക്കേണ്ട ഒരു മാസമാണ്. സ്നേഹം കൊണ്ടും കടമ കൊണ്ടും നിങ്ങൾ വിജയം കൈവരിക്കുമെന്നാണ്. അതുപോലെ സ്നേഹം കൊണ്ടും ക്ഷമ കൊണ്ടും നിങ്ങൾ വിജയം കൈവരിക്കും. തീർച്ചയായിട്ടും ചില കടമകൾ നിങ്ങൾക്ക് നിർവഹിക്കേണ്ടതായിട്ട് വരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലൊരു സക്സസ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ക്ഷമ കൊണ്ടും അതുപോലെ സ്നേഹം കൊണ്ടും നിങ്ങൾ മറ്റൊരാളെ കീഴ്പ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് പങ്കാളിയിലാവാം, നിങ്ങളുടെ മറ്റുള്ള ബന്ധങ്ങളിലാകാം, സൗഹൃദങ്ങളിലാകാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു സമയം പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ചലഞ്ചസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ ധൈര്യപൂർവ്വം നേരിടുക. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാനാണ് ഈ ഒരു ഏപ്രിൽ മാസം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗൈഡൻസ് ആണ് തരുന്നത് കേട്ടോ. കന്നിരാശി അഥവാ വിർഗോ നമുക്ക് നോക്കാം. ഒരു ഹെർമിറ്റ് കാർഡാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് നോക്കാം. സ്വയം പരിശോധന നടത്തേണ്ട ഒരു സമയമാണ് ഈ ഒരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തീർച്ചയായിട്ടും തിരക്കുകളിൽ നിന്ന് മാറി അല്പനേരം ഏകാന്തത ആഗ്രഹിക്കാനാണ് ഈ ഒരു കാർഡ് പറയുന്നത്. ഭാവി പദ്ധതികളെക്കുറിച്ച് ഗൗരവമായ ചിന്തകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഈ ഒരു മാസം ഉപയോഗപ്പെടുത്താമെന്നാണ് പറയുന്നത്. അതായത് നമുക്ക് ഒരുപാട് നാൾ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാര്യം നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. തിരക്കുകളിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ അല്പനേരം ഏകാന്തത ആഗ്രഹിക്കൂ എന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളെ കണ്ടെത്തേണ്ട ഒരു സമയമാണ്. തീർച്ചയായും ഇൻട്രോസ്പെക്ഷൻ അഥവാ നമ്മളെ കണ്ടെത്തേണ്ട ഒരു സമയമായിട്ട് ഈ ഒരു കാർഡിലൂടെ സൂചിപ്പിക്കുന്നു. ഈ ഒരു മാസം നിങ്ങൾക്ക് ഇങ്ങനെയാണ് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു കാർഡ് തിരക്കുകളിൽ നിന്നൊക്കെ മാറി തീർച്ചയായിട്ടും നമ്മൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തേണ്ട ഒരു സമയമാണ്. ഭാവി പദ്ധതികളെക്കുറിച്ച് ഗൗരവമായി ചിന്തകൾ ഈ ഒരു മാസം ഉപയോഗപ്പെടുത്താനാണ് ഈ ഒരു ഏപ്രിൽ മാസം. തീർച്ചയായിട്ടും അതായത് നിങ്ങൾക്കായിട്ടുള്ള ഗൈഡൻസ് തീർച്ചയായിട്ടും ഓക്കെ. നമുക്ക് നോക്കാം ഇനി ബാക്കിയുള്ള രാശിക്കാരുടെയും കൂടെ റീഡിങ് നോക്കണം. എന്താണെന്ന് നമുക്ക് നോക്കാം. തുലാരാശിയാണ് ഇനി നോക്കുന്നത്. തുലാരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ജസ്റ്റിസ് എന്ന് പറഞ്ഞൊരു കാർഡാണ് വന്നിരിക്കുന്നത്. ഈ ജസ്റ്റിസ് കാർഡ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള സന്ദേശം ഇതാണ്. കർമ്മഫലം തേടി വരുന്ന ഒരു മാസമാണ്. നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾക്ക് ഫലം ലഭിക്കുമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. നിയമപരമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നു. ജീവിതത്തിൽ തുല്യത നിലനിർത്താൻ ശ്രമിക്കണം എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. തീർച്ചയായിട്ടും ചില കാര്യങ്ങൾക്ക് ഒരു നിയമപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു വിധി കാത്തിരിപ്പുണ്ടെങ്കിൽ, ഏതെങ്കിലും കോടതി സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു വിധി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മാസം നിങ്ങൾക്കൊരു അനുകൂലമായ ഒരു വിധി നിങ്ങളെ തേടിയെത്തും. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ജീവിതത്തിൽ തുല്യത നിലനിർത്താൻ ശ്രമിക്കണം എന്നാണ് ഈ ഒരു കാർഡിലൂടെ പറയുന്നത്. ജസ്റ്റിസ് കാർഡ് പറയുന്നത്. തീർച്ചയായിട്ടും തുലാൻ രാശി അഥവാ ലിബ്ര രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഇതാണ് പറയുന്നത്. വൃശ്ചികം അഥവാ സ്കോർപ്പിയോ രാശിക്കാരെ പറയാം. തീർച്ചയായിട്ടും അതായത് പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. തീർച്ചയായിട്ടും വൃശ്ചികൻ രാശി അഥവാ സ്കോർപ്പിയോക്കാർക്ക് പറയുന്നത് പഴയ കാര്യങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. നിങ്ങൾക്കുള്ള ഫലം ഇതാണ്. ഒരു ഘട്ടം അവസാനിക്കുകയും പുതിയൊരു ഘട്ടം തുടങ്ങുകയും ചെയ്യുമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഭയപ്പെടേണ്ടതില്ല എന്നാണ് തീർച്ചയായിട്ടും. അതായത് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം എൻഡായി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ബന്ധമാവാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു ലൈഫ് സൈക്കിൾ എൻഡ് ആവുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിലെ ഒരു ജീവിതഘട്ടം എൻഡായിട്ട് പുതിയൊരു ഘട്ടം തുടങ്ങുന്നതായിട്ടാണ് കാണുന്നത്. ഈ ഒരു മാറ്റം നിങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈ എൻഡ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു മാറ്റം നിങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ എൻഡ് സംഭവിക്കുന്നത്. അതാണ് വൃശ്ചികൻ രാശിക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഏപ്രിൽ മാസത്തിലുള്ള ഫലം. അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് ധനുരാശിയാണ്. സജിറ്റേറിയസ് എനർജിയാണ്. ഭാഗ്യചക്രം ഇതാണ് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപ്രതീക്ഷിതമായ നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം. ഒരു വഴിത്തിരിവ് നിങ്ങൾക്കുണ്ടാകുന്ന ഒരു മാസമാണ്. കാലം നിങ്ങൾക്ക് അനുകൂലമാണെന്നാണ് ഈ ഒരു കാർഡിലൂടെ മനസ്സിലാകുന്നത്. വരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ ഈ ഒരു കാർഡിലൂടെ നിങ്ങളോട് പറയുന്നു.
തീർച്ചയായിട്ടും അങ്ങനെയാണ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കുള്ള ഒരിത്. ധനുരാശി അഥവാ സജിറ്റേറിയസ് എനർജിക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഏപ്രിൽ മാസം ഇങ്ങനെയായിരിക്കും എന്ന് പറയുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവും, ഒരു നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. നിങ്ങളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കൊരു മാറ്റം വരും. നിങ്ങളിപ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്നൊരവസ്ഥയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു മാറ്റം വരും. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ വളരെ കാലമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നടക്കുന്ന വ്യക്തി ആണെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങാൻ പറ്റുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഒരു ഡിവൈൻ സപ്പോർട്ട് ലഭിക്കുന്ന ഒരു മാസം കൂടിയാണ്. ഒരു ഡിവൈനിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു മാസം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു സജിറ്റേറിയസ് എനർജി അഥവാ ആ ഒരു മന്തിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സമയം ഇങ്ങനെയാണ്. കുംഭത്തിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും ഇങ്ങനെയൊരു, കുംഭരാശിയിൽ ജനിച്ചവർക്ക് ഇങ്ങനെ ഒരു സ്പ്രെഡാണ് വരുന്നത്. അടുത്തത് മകരം രാശി നോക്കാം. കാപ്രിക്കോൺ എനർജിയാണ് തീർച്ചയായിട്ടും. മകരം രാശിയിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും ഒരു കാപ്രിക്കോൺ എനർജിയാണ് തീർച്ചയായിട്ടും മകരം രാശിയിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും വന്നിരിക്കുന്നത്. അതായത് മോഹങ്ങളിൽ കുടുങ്ങാതെ ശ്രദ്ധിക്കുക എന്ന് ഈ ഒരു കാർഡ് പറയുന്നു. ചില ദുശീലങ്ങളിൽ അല്ലെങ്കിൽ അനാവശ്യമായ ബന്ധങ്ങളോ നിങ്ങളെ തളച്ചിടാൻ സാധ്യതയുണ്ടെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് മുക്തനാവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളിൽ അമിത ലോപമോ ആർത്തിയോ പാടില്ലെന്നാണ് മകരം രാശിക്കായിട്ടുള്ള ഗൈഡൻസ് തീർച്ചയായിട്ടും. അതായത് നിങ്ങൾ ചില അഡിക്ഷൻസ് ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ട സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചില ദുശീലങ്ങൾ അല്ലെങ്കിൽ അനാവശ്യമായ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളെ തളച്ചിടാൻ അതിൽ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും അഡിക്ഷനൊക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് തീർച്ചയായിട്ടും. ഇതിൽ നിന്ന് മുക്തമാവേണ്ട ഒരു സമയമാണ്. അതായത് നമുക്കൊരു ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ വിഷലിപ്തമായിട്ടുള്ള ബന്ധങ്ങൾ, സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് പുറത്തു കിടക്കേണ്ട ഒരു സമയമാണ് തീർച്ചയായിട്ടും. അതിലൊക്കെ കുടുങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് ജാഗ്രത പുലർത്തണം എന്നാണ് ഈ ഒരു സമയം ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഒരു ഡെവിൾ കാർഡാണ് വന്നത്. കുംഭൻ രാശിയിൽപ്പെട്ടവർക്ക് നോക്കാം. തീർച്ചയായിട്ടും കുംഭൻ രാശിയിൽപ്പെട്ടവർക്ക് തീർച്ചയായിട്ടും പ്രതികൂലം, ഒരു പ്രതീക്ഷയുടെയും കുംഭൻ രാശിയിൽപ്പെട്ടവർക്കാണ് ഇനി നോക്കുന്നത്. കുംഭൻ രാശിയിൽപ്പെട്ടവർക്ക് നോക്കാം. കുംഭൻ രാശിയിൽപ്പെട്ടവർക്ക് ഒരു പ്രതീക്ഷയുടെയും സമാധാനത്തിൻ്റെയും സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ തുടങ്ങുന്ന മാസമാണിത്. പുതിയ ഐഡിയകൾ വരുമെന്നാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. മാനസികമായി വളരെ പോസിറ്റീവായിട്ടിരിക്കാനാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു മനസ്സിനൊരു ശാന്തത കൈവരിക്കുന്ന ഒരു മാസമായിട്ടാണ് കാണുന്നത്. ഈ ഒരു കുംഭം രാശി അഥവാ അക്വേറിയസ് എനർജിയിൽ ജനിച്ചവർക്ക് തീർച്ചയായിട്ടും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു മാസമായിട്ട് കാണുന്നു. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാൻ തുടങ്ങുന്ന ഒരു മാസമാണ്. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടിരിക്കൂ. അടുത്ത ലാസ്റ്റത്തെ മാസമാണ്. അതായത് മീനൻ രാശി അഥവാ പൈസസ് എനർജിയിൽ ജനിച്ചവർക്ക് എന്താണ് ഈ ഒരു സമയത്ത് ഉള്ള ഗൈഡൻസ് എന്ന് നോക്കാം. സമൃദ്ധിയും സർഗാത്മകതയുമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത്. പുതിയ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ ഏറ്റവും നല്ല സമയമായിട്ടാണ് ഈ ഒരു കാർഡ് സൂചിപ്പിക്കുന്നത്. അതുപോലെ കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഐശ്വര്യവും ആഡംബരവും അനുഭവപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ടാണ്, നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ടാണ് ഈ ഒരു മാസം. എല്ലാവിധ സക്സസ് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഈ ഒരു കാർഡുകൾ നൽകുന്ന ഉപദേശം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എൻ്റെ വീഡിയോ. നിങ്ങളുടെ അനുഭവം താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ഏവർക്കും ഒരു ശുഭകരമായ ഒരു ഏപ്രിൽ മാസം ഞാനും ആശംസിക്കുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു വെളിച്ചം വരട്ടെ. ഈ ഒരു വിഷു വരുന്ന ഒരു മാസമാണ്. തീർച്ചയായിട്ടും വിഷുവിൻ്റെ വെളിച്ചമാണ് ഇനി ഒരു മാസം എന്ന് പറഞ്ഞാൽ. തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷകളുടെയും തുടക്കങ്ങളുടെയും ഒരു മാസമാണ്. എല്ലാവരുടെയും ജീവിതത്തിൽ നന്മ മാത്രം നിറയട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കട്ടെ. എൻ്റെ ചാനലായ ഹരേ കൃഷ്ണ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ഞാൻ ഒന്നും കൂടെ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ വീഡിയോ കാണാത്ത കൂട്ടുകാരൊക്കെ എൻ്റെ ഇന്ന് വീഡിയോ കാണുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ കൂട്ടാക്കാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടാക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്, അതും കൂടെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ശുഭദിനം.